ആയോൾ അപ്പോൾ നമ്മൾ 2020 ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റിക് സോഡ ഈസ് കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, സോഡിയം ഹൈഡ്രോക്സിനെ നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത്. വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് പ്രിപ്പറേഷൻ യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് അയഡിൻ ഇൻ അയഡിൻ ഡെഫിഷ്യൻസി. സോഴ്സ് ഓഫ് അയഡിൻ അക്വസ് അയഡിൻ സൊല്യൂഷൻ ആണ് അടുത്തത്. ഇൻ ദ അസേ ഓഫ് ബോറിക് ആസിഡ് ഗ്ലിസറിൻ ഈസ് ആസ് എഡ് ബോറിക് ആസിഡ്. ഗ്ലിസറിൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? ഇൻക്രീസ് അസിഡിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. In cyanide poisoning, sodium nitrite is used as antidote along with which compound? അത് sodium thiosulfate ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്ത്. ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ജനറലി യൂസ്ഡ് ഫോർ ക്ലീനിങ് wounds and ears. അത് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ. അടുത്ത ഡ്രഗ്സ് വിച്ച് ഹെൽപ്പ് ഇൻ എലിമിനേറ്റിംഗ് എക്സുഡേഷൻ ഫ്രം ബ്രോങ്കി. അതെന്തിനാണ്? എക്സ്പെക്ടോറൻ്റ്. അടുത്ത കാൽഷ്യം ഗ്ലൂക്കോണേറ്റ് അസൈഡ് ബൈ കോംപ്ലക്സോമെട്രി ആണ്. ക്ലോറിനേറ്റഡ് ലൈം ആൻഡ് ബോറിക് ആസിഡ് സൊല്യൂഷൻ നമ്മൾ യൂസോൾ എന്നാണ് പറയുന്നത്. അടുത്ത ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ ക്ലോറിനേറ്റഡ് ലൈമാണ്. അടുത്ത ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം ലീഡ്സ് ടു കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താ ഉണ്ടാകുക? ഹൈപ്പോ കാൽസീമിയ. ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം ഹൈപ്പോകാൽസീമിയ. അടുത്ത ഇൻ റേഡിയേഷൻ സ്റ്റെറിലൈസ് ഗാമ റേസ് വെർ ഒബ്റ്റെയിൻ ഫ്രം എവിടെ നിന്നാണ്? കൊബാൾട്ട് 16 ആണ്. അടുത്ത വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് മെത്തേഡ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഡ്രസ്സിങ്ങിലെ മോയ്സ്റ്റ് ഹിറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. വിച്ച് എമൗണ്ട് ദ ഫോളോയിങ് മെത്തേഡ് റെപ്രസെൻറ്റ് കെമിക്കൽ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. അത് സ്റ്റെറിലൈസേഷൻ യൂസിങ് ഗ്യാസസ് ആണ്. കെമിക്കൽ കോൾഡ് എന്ന് പറയുമ്പോൾ ഗ്യാസസ് ആണ്, അല്ലെങ്കിൽ വെറും കെമിക്കൽ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ ആണ്. അടുത്തത് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് യൂസ് ഫോർ സ്റ്റെറിലൈസേഷൻ ഹാസ് പോർ സൈസ് ഓഫ് എത്രയാണ്? 0.22 ± 0.02 മൈക്രോമീറ്റർ. അടുത്ത ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് ക്യാപ്സ്യൂൾ ഷെൽ എത്ര? 12 to 15%. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഏതാണ്? മോട്ട്ലിംഗ്. അടുത്ത വിച്ച് എമൗണ്ട് ഫോളോയിങ് സ്മിറ്റ് യൂസ് ഫോർ എൻട്രി കോട്ടിംഗ് ഓഫ് ടാബ്ലറ്റ്. അത് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലോസ് അല്ല, സെല്ലുലോസ് അസറ്റേറ്റ് താലൈറ്റ് ആണ്. താലൈറ്റ് കോമ്പൗണ്ടാണ് എൻട്രി കോട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഫ്ലോ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാനുവൽ ഫ്രം ഹോപ്പർ ടു ഡൈ മെഷീൻ ഈസ് ഇംപ്രൂവ്ഡ് ബൈ അഡീഷൻ ഓഫ് ഏതാണ്? ഗ്ലൈഡൻസ് ആഡ് ചെയ്താൽ. അടുത്ത വിച്ച് ക്യാപ്സ്യൂൾ നമ്പർ റെപ്രസ് മാക്സിമം കപ്പാസിറ്റി? 000 ഓപ്ഷൻ എ. പ്ലാസ്റ്റിസൈസർ യൂസ്ഡ് ഇൻ ക്യാപ്സ്യൂൾ ഷെൽ ഏതാണ്? ഗ്ലിസറോൾ ആണ് പ്ലാസ്റ്റിസൈസറായിട്ട് യൂസ് ചെയ്തത്. ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ ബൈ.